إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, നിത്യമായ ജാഗ്രത എപ്പോഴും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിളൂൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുകയാണ്. അവരാകട്ടെ അശ്രദ്ധയിലായിക്കൊണ്ടാണ് തിരിഞ്ഞു കളിയുന്നത്, അല്ലെങ്കിൽ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളിയുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വിചാരണ ഇത് ആസന്നമായിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ അന്ത്യം, അവസാനം അത് സുനിശ്ചിതമാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും മരണം അത് നിർബന്ധമായി നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന വളരെ കൃത്യമായ സംഗതിയാണ്, ഉറപ്പായ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുണ്ടാകുന്ന ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ നമ്മുടെ പെരുമാറ്റങ്ങൾ, നിലപാടുകൾ, ആ നിലപാടുകളാകട്ടെ തികച്ചും അശ്രദ്ധയിലായിട്ടാണ് കഴിഞ്ഞു പോകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. നമ്മെ എന്തിനു വേണ്ടിയിട്ടാണ് അവൻ സൃഷ്ടിച്ചത്? നമ്മെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലൊരു ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഒരു മനുഷ്യനെയും ജിന്നിനെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ നിസ്കാരത്തിലും ആവർത്തിച്ച് പാരായണം ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസി, നിസ്കരിക്കുന്ന ഒരു മുസ്ലിം 17 തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. എത്ര തവണയാണ് ഒരു ദിവസം നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്? ശേഷം നമ്മൾ ആവർത്തിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നമ്മെ നേരായ പാന്താവിലേക്ക് നയിക്കണമേ, നേരായ വഴിയിലേക്ക് നയിക്കണമേ. ഈ ദുനിയാവിൽ വഴികേടിന്റെ ആധിക്യം എമ്പാടുമുണ്ട്. നമ്മൾ അതിലേക്ക് വീണ് പോകാനുള്ള സാധ്യതയാകട്ടെ ധാരാളമാണ്. പല രൂപത്തിലും നമ്മൾ വഴി തെറ്റിപ്പോകാനുള്ള എല്ലാ വഴികളും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവേ, നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്, ഞങ്ങളെ നേരായ പാന്താവിലേക്ക് നയിക്കണമേ, വഴികേടാകുന്ന പാന്താവിലേക്ക് നമ്മളെ നീ നയിക്കണമേ. നമ്മൾ എത്ര തവണയാണ് വിശ്വാസികൾ ഒരു ദിവസം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സഹാബിയാണ്. അദ്ദേഹത്തിന്റെ കൈപിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ്, ഏ മുആദ്, വല്ലാഹി ഇന്നി ലാ ഉഹിബ്ബുക,
തീർച്ചയായും നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു തന്നെയാണ് സത്യം. വല്ലാഹി ഇന്നി ലഹുബ്ബുക, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു തന്നെയാണ് സത്യം. ഫഖാല ഊസിക യാ മുആദ്, ഞാൻ നിന്നെ ഒന്ന് വസിയത്ത് ചെയ്തോട്ടെ, നിന്നൊന്ന് ഉപദേശിച്ചോട്ടെ. ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സലാത്തിൻ തഖൂൽ, ഒരു നിസ്കാരവും നിന്ന് ഇത് പറയാതെ കടന്നു പോകരുത്. ഒരു നിസ്കാരം ഇത് പറയാതെ നീ മറികടക്കരുത്, നീ സലാം വിട്ടരുത്. ഏതാണത്? അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, നീ സഹായിക്കണമേ. അലാ സിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അല്ലാഹുവേ നിന്നെ ഓർക്കാൻ, നിനക്ക് നന്ദി കാണിക്കാൻ, എന്റെ ഇബാദത്ത് നല്ല രീതിയിലാക്കി തീർക്കാൻ അഇന്നി, നീ എന്നെ സഹായിക്കണമേ, നീ എന്നെ സഹായിക്കണമേ. നിന്നെ ഓർക്കാൻ, കാരണം ഓർക്കാതിരിക്കാനുള്ള വഴികൾ എമ്പാടുമാണ്. വശുക്കരിക്ക, നിന്നോട് നന്ദി കാണിക്കാൻ, കാരണം നന്ദി കേട് കാണിക്കാനുള്ള വഴി എമ്പാടുമാണ്. വഹുസ്നി ഇബാദത്തിക്ക, നിന്നോടുള്ള ഇബാദത്ത് നല്ല രീതിയിലാക്കാൻ, ഏറ്റവും നല്ല നിനക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കാൻ അഇന്നി, നീ എന്നെ സഹായിക്കണമേ എന്നാണ്. ഇത് പറയാതെ ഒരു നിസ്കാരം നിൽ നിന്ന് മുൻകടക്കരുത്, മറികടന്നു പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഗൽഭനായ സഹാബിയെ ഉപദേശിക്കുകയുണ്ടായി എന്നാണ്. സഹോദരന്മാരെ, നഫ്സിനെ ഉറപ്പിച്ചു നിർത്തുവാനും അശ്രദ്ധയിൽപ്പെടാതിരിക്കാനും പല ദുആകളാണ് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള. അനേകം ദുആകൾ നമ്മുടെ നഫ്സിനെ ഉറപ്പിച്ചു നിർത്താൻ, നമ്മൾ അശ്രദ്ധയിലാകാതിരിക്കാൻ, നമ്മൾ വേറെ ഏതെങ്കിലും വഴിയിലേക്ക് ചാടാതിരിക്കാൻ, മുസ്ലിമായിക്കൊണ്ട് തന്നെ മരിക്കാൻ വേണ്ടിയിട്ട് എത്രയെത്ര ദുആകളാണ് നാം പഠിപ്പിക്കപ്പെട്ടത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുദ വത്തുക വൽ അഫാഫ വൽ ഗിന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനേന ധാരാളം ചൊല്ലുന്ന പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥനയായിരുന്നു അത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, ഹുദ, ഹിദായത്തിനെ ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ദുആ ഇറക്കുന്നത്. ഞാൻ നിന്നോട് ഹിദായത്ത് ചോദിക്കുന്നു, വത്തുക, തഖ്വയെ ചോദിക്കുന്നു. ആരാ ദുആ ഇറക്കുന്നത്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ അഫാഫ, ചരിത്ര ശുദ്ധി ചോദിക്കുന്നു. തെറ്റിപ്പോകാനുള്ള വഴികളുണ്ട്, സ്ത്രീകളുണ്ട്, ഒരുപാട് മോശമായ സീനുകളുണ്ട്, പല രൂപങ്ങളുണ്ട്. പക്ഷെ ഞാൻ നിന്നോട് ചരിത്ര ശുദ്ധിയെ ചോദിക്കുന്നു. വൽ ഗിന, സ്വയം പര്യാപ്തത ചോദിക്കുന്നു. മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയാതിരിക്കാനുള്ള അവസ്ഥ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ദുആ, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അല്ലാഹുവേ, ഞാൻ നിന്നോട് നീ എനിക്ക് തഖ്വ നൽകണമേ. എന്റെ ജീവിതത്തിൽ തഖ്വ പ്രദാനം ചെയ്യുന്ന ഒരു ജീവിതത്തെ നീ എന്നെ കെട്ടിപ്പടുത്തണമേ. വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ, അല്ലാഹുവേ, നീ എന്റെ നഫ്സിനെ സംസ്കരിക്കണമേ. എന്റെ നഫ്സിനെ നീ സംസ്കരിക്കണമേ. സംസ്കരിക്കുന്നതിൽ ഉത്തമൻ അത് നീയാണല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിനെ, എന്റെ ചിന്തകളെ ഒന്ന് നന്നാക്കി തരണമേ, ഒന്ന് ശരിയായ രൂപത്തിലാക്കി തരണമേ. ആരോടും കോപമില്ലാത്ത, വെറുക്കാത്ത, വിദ്വേഷമില്ലാത്ത, അസൂയ വെച്ച് പുലർത്താത്ത, നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന ഈ വാദത്തുകൾ കഴിച്ച് ഈ ജീവിതം ഇവിടുന്ന് അവസാനിപ്പിക്കാൻ നീ എന്നെ സഹായിക്കണമേ. മറ്റൊരു ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഹ്ദിനി വസിദ്ദിനി, അല്ലാഹുവേ, നീ എന്നെ ഹിദായത്തിലേക്ക് നയിക്കണമേ, അതിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. ചാചാടിപ്പോലെ, കാലടിപ്പോലെ ഏതെങ്കിലും രൂപത്തിൽ അവസാന കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ട്, ചൊല്ലുപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചൊല്ലനുജാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചൊല്ലു ജ്യേഷ്ഠാ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ചൊല്ലാൻ നമ്മുടെ നാവ് അനക്കാൻ നമുക്ക് കഴിയുന്നില്ല. അത് പറയാൻ, അത് ഏറ്റെടുക്കാൻ, അത് പുറത്തേക്ക് വരാൻ അതിനുള്ളൊരു മനസ്സ് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഹ്ദിനി വസിദ്ദിനി, നീ അതിൽ ഉറപ്പിച്ചു നിർത്തണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അൽ ഹുദ, സന്മാർഗ്ഗം ചോദിക്കുകയാണ്, വസ്സദാദ്, അതിന്റെ ദൃഢത ചോദിക്കാൻ. ആരാ ഇത് പ്രാർത്ഥിക്കുന്നത്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും പ്രാർത്ഥിക്കാറുണ്ടെന്ന്, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി വഇസ്മതു അംരി, അല്ലാഹുവേ, എന്റെ ദീനിനെ നീ നന്നാക്കി തീർക്കണമേ. എല്ലാവർക്കും ദീനുണ്ട്, എല്ലാവർക്കും മതമുണ്ട്, എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വന്നാൽ നോമ്പ് നിൽക്കുന്നുണ്ട്. പക്ഷേ അത് നീ നന്നാക്കി തീർക്കണമേ. എന്താണ് അതിന്റെ കാര്യം? അത് എന്റെ കാര്യത്തിലുള്ള സംരക്ഷണമാണ്. എന്റെ ദീന എന്ന് പറയുന്നത് ചെയ്യായ്മകൾ ചെയ്യാതിരിക്കാനുള്ള, തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള, ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ടകരമായ നിനക്കിൽ നിന്ന് നിനക്ക് അനിഷ്ടകരമായ സംഗതികൾ ചെയ്യാതിരിക്കാനുള്ള ബ്ലോക്ക് ചെയ്യുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ദീനിനെ നീ നന്നാക്കി തീർക്കണമേ. വാസിലി ദുനിയായ അല്ലതി ഫീ മആശി,
അല്ലാഹുവേ ദുനിയാവ് അത് നീ നന്നാക്കി തരണമേ, അതിലാണ് എൻ്റെ ഉപജീവനം ഉള്ളത്. വഅസ്ലിലി ആഖിറതി അല്ലതി ഫിയാ മആദി, എൻ്റെ പരലോകം നീ നന്നാക്കി തീർക്കണമേ, എൻ്റെ ഒടുക്കം നീ നന്നാക്കി തീർക്കണമേ. ഖിയാമത്ത് നാളിലേക്ക് പോകാനുള്ളതാണ് ഞാൻ, അത് നീ നന്നാക്കി തീർക്കണമേ. വജലിൽ ഹയാത സിയാദത്തൻ ലി ഫി കുല്ലി ഖൈർ, അല്ലാഹുവേ സർവ്വ നന്മകളിൽ ജീവിതകാലം നീ വർദ്ധിപ്പിച്ചു നൽകണമേ. എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണമേ. വജലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ശർ, അതേ എൻ്റെ മരണം ഏറ്റവും നല്ല രീതിയിലാക്കണമേ. എല്ലാ തിന്മകളെയും വെടിഞ്ഞുള്ള, എല്ലാതരം ഓർമ്മകളും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള റാഹത്തുള്ള മരണം നീ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ്. സഹോദരന്മാരെ, അപ്പോൾ എന്റെയും നിങ്ങളുടെ അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും പ്രാർത്ഥിക്കാറുണ്ടെന്ന്, അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ മൂല്യനിർണ്ണയം നടത്തുന്ന അല്ലാഹുവേ, സർരിഫ് ഖുലൂബന അലാ തഅതിക്, നമ്മുടെ ഹൃദയങ്ങളെ നിന്നെ അനുസരിക്കുന്ന, നീ പറഞ്ഞ കാര്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവനാക്കി മാറ്റി തീർക്കണമേ എന്നാണ്. നമ്മൾ ധാരാളം കേട്ടൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, അതേ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. മഹദി ചോദിച്ചു, ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളുടെ നാട് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്താണ് ഈ പ്രാർത്ഥന നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതേ മനുഷ്യന്റെ ഹൃദയം അങ്ങനെയാണ്, തെറ്റിപ്പോകാനുള്ള എല്ലാവിധ സാധ്യതയുള്ളതാണ് മനുഷ്യന്റെ ഹൃദയം എന്നതാണ്. സഹോദരന്മാരെ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥന ഇസ്തിഖാമത്തിന് വേണ്ടി, ഉറച്ചു നിൽക്കുന്നതായി വേണ്ടി, നമ്മുടെ ശ്രദ്ധയെ മറ്റേതെങ്കിലും ഭാഗങ്ങൾ കൈയെടുക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നത് നമ്മളെ ചിന്തോപനീയമായി നമ്മുടെ ഓരോ ചിന്തകളെയും തൊട്ടുണർത്തേണ്ട സംഗതികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന നമ്മളൊക്കെ ഖുനൂത്തിന്റെ ദുആ കേട്ടിട്ടുണ്ടാവും. അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത്, അല്ലാഹുവേ നീ സന്മാർഗത്തിലാക്കിയവരുടെ കൂടെ എന്നെയും നീ സന്മാർഗത്തിലാക്കണമേ. വഅഫിനി ഫീമൻ ആഫൈത, നീ സൗഖ്യവും മാപ്പും നൽകിയവരുടെ കൂടെ നീ എനിക്കും സൗഖ്യവും മാപ്പും നൽകണമേ. വതവല്ലനി ഫീമൻ തവല്ലൈത, നീ സൗഖ്യമായും മിത്രമായി ചേർന്നവരുടെ കൂടെ നീ എന്നെ സഖ്യമായും മിത്രമായും ചേർക്കണമേ. വബാരിക് ലി ഫീമാ അഅതൈത, നീ എനിക്ക് നൽകിയതിൽ നീ എനിക്ക് അനുഗ്രഹം ചെയ്യണമേ. വഖിനി ശർറ മാ ഖദൈത, നീ എന്നെന്താണോ വിധിച്ച തിന്മ, ആ തിന്മകളിൽ നിന്ന് എന്നെ കാക്കണമേ. ഫഇന്നക തഖ്ലി വലാ യുഖ്ലാ അലൈക, തീർച്ചയായും നീ വിധിക്കുന്നുണ്ട്, നിന്റെ മേൽ വിധിക്കുന്നവൻ ആരും തന്നെ ഇല്ല. ഫഇന്നഹു ലാ യസില്ലു മൻ വലൈത, തീർച്ചയായും നിന്നോട് സ്നേഹവും കൂറും സഖ്യം കാണിച്ചവർ നിന്ദ്യരാകുകയില്ല. നിന്നോട് ആരാണ് സ്നേഹം കാണിക്കുന്നത്, നിന്നോട് ആരാണ് സൗഖ്യം കാണിക്കുന്നത്, അല്ലെങ്കിൽ സഖ്യത്തിലാകുന്നത്, അവർ നിന്ദ്യരാകുകയില്ല. വലാ യഅ്സു മൻ ആദീത, നിന്നോട് ശത്രുതയും വിരോധവും വെച്ച് പുലർത്തിയവർ അവർക്ക് അഭിമാനവും കരുത്തും ലഭിക്കുകയില്ല. തബാറക റബ്ബനാ വ തആലൈത എന്നാണ്. സഹോദരന്മാരെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഹിദായത്തിനും ഇസ്തിഖാമത്തിനും നിരന്തരം പ്രാർത്ഥിക്കുന്നതോടുകൂടി അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന എന്തൊക്കെ വഴികേടുകളുണ്ടോ ആ വഴികേടിനുള്ള അഭയതേട്ട പ്രാർത്ഥനകളും നാം പഠിപ്പിക്കപ്പെട്ടു. ഒന്ന് ഇസ്തിഖാമത്തിന് നമ്മൾ ചോദിക്കുക, ഹിദായത്തിന് ചോദിക്കുക. ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന എന്തൊക്കെ വഴികേടുകൾ നമ്മുടെ മുന്നിലുണ്ടോ ആ വഴികേടുകളിൽ പെട്ടുപോകാതിരിക്കാനുള്ള അഭയതേട്ട പ്രാർത്ഥനകളും നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. നമുക്കറിയാം, ഒരു സദസ്സിൽ ഹാജരായ കൂട്ടുകാർക്ക് വേണ്ടി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയിൽ കാണാൻ വേണ്ടി സാധിക്കും, അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിനാ, അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിനാ. അല്ലാഹുവേ, ഇഹലോക നേട്ടം എന്ന് പറയുന്നത് അതെന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാക്കി തീർക്കരുതേ. ഈ ദുനിയാവിന്റെ കാര്യങ്ങള്, ദുനിയാവിന്റെ സംഗതികൾ, ദുനിയാവിൽ മോടി പിടിപ്പിക്കുന്ന പല എന്തൊക്കെ വിഷയങ്ങളുണ്ടോ, എന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചിന്തകൾ, എന്റെ ആലോചനകൾ, എന്റെ സംസാരങ്ങൾ, എന്റെ കൂടിയേരിയലുകൾ ഈ ഭൗതിക ലോകത്തിന് വേണ്ടി മാത്രമാക്കല്ലേ. കാരണം ഞാൻ വഴി തെറ്റിപ്പോക്കാൻ സാധ്യത കൂടുതലുള്ളവനാണ്. അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിനാ, എന്റെ ഏറ്റവും വലിയ ഔന്നത്യം, എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് ദുനിയാവാക്കി തീർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വനഊദു ബില്ലാഹി അൻ നദിൽ, ഞങ്ങൾ വഴിതെറ്റിപ്പോകുന്നതിൽ നിന്നും
ഞങ്ങൾ അവിവേകത്തിൽ പോകുന്നതിന് തൊട്ടും ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യം ഞങ്ങളുടെ മേൽ ചുമത്തപ്പെടുന്നതിൽ നിന്നും നിന്നോടിതാ ഞങ്ങൾ അഭയം ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഏത് വിഷയം വന്നാലും, ഇപ്പൊ ദുരിതം വന്നാലും അസഖ്യം വന്നാലും പെട്ടെന്ന് മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ച് വരമേൽപ്പിച്ച് പ്രതീക്ഷിച്ചിരുന്ന പ്രാർത്ഥനയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അല്ലാഹു നിന്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അതിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു നിമിഷം പോലും എന്റെ കാര്യങ്ങൾ എന്നെ നീ ഏൽപ്പിക്കരുതേ. എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണമേ, എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണമേ. ലാ ഇലാഹ ഇല്ലാ അന്ത. സഹോദരന്മാരെ, നമ്മുടെ ദുനിയാവിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള പല വഴികളുമുണ്ട്. ദുനിയാവിന്റെ മായാവലയത്തിൽ വീണ് കണ്ണഞ്ചിപ്പിക്കുന്ന ഭൗതിക വ്യൂഹങ്ങളിൽ ആകൃഷ്ടരായി അനേകതരം ചിന്ത സങ്കല്പങ്ങളിലും വികാരങ്ങളിലും ഭ്രമിച്ച് ഒരിക്കലും തൃപ്തി വരാത്ത ഭൗതിക മോഹങ്ങളിൽ കീഴ്പ്പെട്ട് കാമസുഖങ്ങളിൽ ആസക്ത ചിത്തരായി പെണ്ണ്, ആണ്, മ്യൂസിക്, പാട്ട്, ഡാൻസ്, മൊബൈൽ ഫോണ്, നമ്മൾ ഭൗതികമായി അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ നമുക്കറിയാം, നമ്മൾ എത്ര സമയമാണ് അതിനു വേണ്ടി ചെലവഴിക്കുന്നത്. നമ്മൾ ആരെങ്കിലും അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നുണ്ടോ? രാവിലെ എണീറ്റ ഉടനെ തന്നെ നമുക്ക് നോക്കണം ഒന്ന് മൊബൈൽ ഫോൺ. എന്നിട്ട് ബാത്റൂമിലേക്ക് പോയി പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞു വന്നാലും ഒന്ന് നോക്കും. പള്ളിയിൽ പോകുന്നതെങ്കിൽ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് നോക്കും. പള്ളി കഴിഞ്ഞാലും വീണ്ടും നോക്കും. വീട്ടിൽ വന്നാൽ വീണ്ടും നോക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ജോലി സ്ഥലത്ത് പോയാൽ, ഒന്ന് ഇരിക്കുന്ന ജോലിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അധ്യാപന പോലുള്ള ജോലിയാണെങ്കിൽ ഏത് സമയത്തും ഈ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്ന് ആരും മുക്തരല്ല. ഭൗതികമായി എല്ലാ ഉള്ളവരാകട്ടെ, ഭൗതികൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാകട്ടെ, മതരംഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാകട്ടെ, ആരും അതിൽ നിന്ന് മുക്തരല്ല. ഏത് സമയവും മൊബൈലിന് അടിമപ്പെട്ടുകൊണ്ടുള്ളൊരു ജീവിതമാണ് നമുക്കുള്ളത്. എന്താണ് നമ്മൾ നഷ്ടപ്പെടുന്നത്? അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന്, കൂടുതൽ കാര്യം അല്ലാഹുവിലേക്ക് തിരിയുന്നതിൽ നിന്ന് നമ്മെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ലക അസ്ലംതു, അല്ലാഹുവേ എന്റെ സർവ്വസ്വം നിന്നിൽ അർപ്പിച്ചുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ്. വബികാമത്തു, നിന്നിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. വഅലൈക തവക്കൽതു, നിന്നിലാണ് ഞാൻ ബരമേൽപ്പിച്ചിരിക്കുന്നത്. വഅലൈക അനബ്തു, നിന്നിലേക്ക് ഞാൻ താണുകേണി മടങ്ങിയിട്ടുണ്ട്. വബിക ഖാസബ്തു, നിന്റെ സഹായം കൊണ്ടാണ് ഞാൻ പൊരുതിയത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി, അല്ലാഹുവേ നിന്റെ അതിപ്രതാപം കൊണ്ട്, നീയല്ലാതെ ഇബാദത്ത് ചെയ്യാൻ ഒരു ഇലാഹുമില്ല, നീയല്ലാതെ ആരാധിക്കപ്പെടാൻ യഥാർത്ഥത്തിൽ വേറെ ആരും അർഹനല്ല. നിന്റെ പ്രതാപം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ വഴിതെറ്റിപ്പോകുന്നതിന് തൊട്ട്, ഞാൻ ഏതെങ്കിലും രൂപത്തിൽ വഴിതെറ്റിപ്പോകുന്നതിന് തൊട്ട്, എനിക്ക് മാർഗഭ്രംശം വരുന്നതിന് തൊട്ട്, എന്റെ ചിന്തകൾ നിങ്ങളുടെ മാർഗത്തിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും ഭൗതികമായ പ്രബദ്ധത്തിലേക്ക് മാറിപ്പോകുന്നതിന് തൊട്ട് ഞാനിതാ നിന്നോട് അഭയം തേടുന്നു. നീയാണ് എന്നും ജീവിച്ചിരിക്കുന്നവൻ, നീ ഒരിക്കലും മരിക്കാത്തവനാണ്. ജിന്നും ഇൻസും മരിച്ചു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, എന്റെ ഏറ്റവും വലിയ ശ്രദ്ധ അത് ഭൗതിക വിഭവമാക്കല്ലേ എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൊബൈൽ ഫോൺ മാത്രമല്ല, പുതിയ എന്തെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ വന്നാൽ അത് നമ്മുടെ കുട്ടികൾ അനുകരിക്കുന്നു. പുതിയ മോഡൽ ഡ്രസ്സ് നമ്മൾ അനുകരിക്കുന്നു. പുതിയ ട്രെൻഡ് ഷൂവോ ചെരുപ്പോ വന്നാൽ അതിന്റെ പിന്നിൽ അനുകരിക്കുന്നു. പുതിയ ഭക്ഷണ രീതികൾ അനുകരിക്കുന്നു. പുതിയ മാമൂലുകൾ അനുകരിക്കുന്നു. ഒരു പെണ്ണ് കാണൽ ചടങ്ങ്, ആ ചടങ്ങിനെ അനുബന്ധിച്ച് എന്തെങ്കിലും ഒരു സമ്പ്രദായം സമൂഹത്തിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചാൽ മുസ്ലിം ഉമ്മത്ത് അതിന്റെ പിന്നാലെ പോകുന്നു. എന്തൊക്കെയുണ്ട് പുതിയ സമ്പ്രദായങ്ങൾ, എന്തൊക്കെയുണ്ട് പുതിയ ട്രെൻഡുകൾ, എന്തൊക്കെയുണ്ട് പുതിയ രീതികൾ, എന്തൊക്കെയുണ്ട് പുതിയ ഫാഷനുകൾ. ഒരു വീട് നിർമ്മാണത്തിൽ പോലും പുതിയ മോഡലുകളുടെയും ട്രെൻഡിന്റെയും പിന്നാലെ പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. നമ്മൾ പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെയാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, നിന്നോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മളെ നേരായ മാർഗത്തിലാക്കണമേ.
നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, പിഴച്ചവരുടെയും കോപിപ്പിക്കപ്പെട്ടവരുടെയും മാർഗത്തിലല്ല. നമ്മൾ ഇതിപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ ആ മാർഗത്തിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇത് ശരിയാകുക? ഏത് ഇച്ഛയാണ് നമ്മൾ ഇന്ന് മാറ്റാൻ വേണ്ടി സാധിക്കുന്നത്? ഏത് സ്വാർത്ഥതയാണ് ഇതൊക്കെ പാരായണം ചെയ്യുമ്പോഴും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്? ഏത് മാമൂലുകളാണ് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്? അള്ളാഹുവിന്റെ വജ്ഹാംശ കൊണ്ട് ഏതൊരു അസമയം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകാൻ പാടില്ല. ഏതൊരു സമയവും അള്ളാഹു ഉദ്ദേശിക്കാത്ത രീതിയിൽ നീങ്ങിപ്പോകാൻ പാടില്ല എന്ന നിഷ്കർഷത ഏത് സമയത്തിന്റെ കാര്യത്തിലാണ് നാം വെച്ച് പുലർത്തിയിട്ടുള്ളത്. നമ്മൾ പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സഹോദരന്മാരെ, നമ്മളൊക്കെ കേട്ടൊരു ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ് കൈഫ തദാ ഫീ റജുലിൻ അഹബ്ബ ഖൗമൻ വലമ്മാ യൽഹഖു ബിഹിം. അല്ലാഹുവേ, ഒരാളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് ഒരു ജനതയെ ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടു, ഇതുവരെയും അവരുമായി സന്ധിച്ചിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ്, അൽ മർഉ മഅ മൻ അഹബ്ബ്. മനുഷ്യൻ അവൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയാണ്. മനുഷ്യൻ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിന്റെ കൂടെയാണ്. അമിതമായ മൊബൈൽ ഫോണിന്റെ ട്രെൻഡിലാണ് നമ്മളുള്ളെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ 2, 3, 4 മണിക്കൂർ ഒരു ദിവസം മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ട് നമ്മൾ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, മോശമായ കാര്യത്തിന്, റീൽസിന് വേണ്ടി, വീഡിയോക്ക് വേണ്ടി, ഷോക്ക് വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ അവരിൽ തന്നെയാണ്. ആ റീൽസ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ടല്ലോ, ആ മോശമായ സീനുകൾ ഉണ്ടാക്കിയവരുണ്ടല്ലോ, അത് പഠിച്ച് നിങ്ങളിലേക്ക് കയറ്റി വെച്ച ആൾക്കാരുണ്ടല്ലോ, അവരിൽ പെട്ടവൻ തന്നെയാണ്, അവരുടെ കൂടെ തന്നെയാണ് എന്ന് മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഗൗരവമായ ഒരു ചിന്ത, നമ്മൾ തിന്നിമാക്കുന്ന സമയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതിന് ഒരിക്കൽ കിടക്കേണ്ടവരാണ് നമ്മൾ. അവസാന ഘട്ടത്തിൽ ചുറ്റും നിന്ന് ഉമ്മാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി പറ്റുന്നില്ല, ഉമ്മാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ ഉമ്മ പറയാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനും പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഓരോ സെക്കൻഡുകളെയും മിനിറ്റുകളെയും ഗൗരവബുദ്ധിയോടെ ഏറ്റെടുത്ത് മുന്നോട്ട് നയിക്കുന്ന സത്യവിശ്വാസികളാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ കരീമിൽ പറയുകയുണ്ടായി, അഅ്ലമൂ, നിങ്ങൾക്ക് നല്ല വിവരം വേണം, നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം, നന്നായിട്ട് പഠിച്ചിരിക്കണം. അന്നമൽ ഹയാത്തു ദുനിയ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ലഅബ്, അതൊരു കളിയാണ്, വലഹ്, അതൊരു വിനോദങ്ങളാണ്, വസീനത്തും, അതൊരു ഭംഗിയാണ്, ഭംഗിന്റെ പിന്നാലെയാണ്, വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിൽ ദുരഭിമാനം പ്രകടിപ്പിക്കലാണ്, വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, അതേ നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങളുടെ കുട്ടികളിലും പെരുപ്പിച്ചും പെരുമ കാണിച്ചും നടിക്കലാണ്. കമസലിൽ ഗൈസ്, അതൊരു പേമാരി പോലെയാണ്, ഐജബുൽ കുഫാർ നബാത്ത്, അതിങ്ങനെ ചിരിചരാ പിരപരാന്ന് പറ്റി പേമാരി പെയ്യുമ്പോൾ പച്ചപ്പുകൾ ഇങ്ങനെ കാണാം, പച്ചപ്പുകൾ. എന്നാൽ ആ പേമാരി എങ്ങനെ പോയാലോ പിന്നെ അത് ഉണക്കം ബാധിച്ച് മഞ്ഞ പിടിച്ചതായി കാണാൻ വേണ്ടി സാധിക്കും. പേമാരി വായുമ്പോൾ പച്ചകളൊക്കെ ഇങ്ങനെ പൊന്തും, പിന്നെ അതങ്ങ് പോയി കുറച്ച് കഴിഞ്ഞാൽ അത് ഉണക്കം ബാധിച്ചായി കാണാൻ വേണ്ടി സാധിക്കും. സുമ്മയൂനു ഹുതാമ, അത് പിന്നീട് തുരുമ്പായി പോകും. പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ട് കേട്ടോ. ഇതൊക്കെ പറഞ്ഞിട്ടുള്ള പറയാൻ അവിടെ മറ്റേതും കൂടിയുണ്ട്, അല്ലാഹു എന്നുള്ള പാപമോചനവുമുണ്ട്. ഒന്ന് അതികഠിനമായ ശിക്ഷയെ പറ്റി പറഞ്ഞു. ദുനിയാവിന്റെ അനർത്ഥകരമായ ആ ഒരു നൈമിഷികമായ ജീവിതത്തിന്റെ അർത്ഥശൂന്യതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ട് പറയാണ്, പരലോകമുണ്ടല്ലോ, കഠിനമായ ശിക്ഷയുണ്ട്, പക്ഷേ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തുണ്ട്. എന്നിട്ട് വീണ്ടും തുടർത്തുന്നു, വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം എന്ന് പറയുന്നത് അത് വഞ്ചനയുടെ വിഭവങ്ങളല്ലാതെ മറ്റൊന്നും തന്നെയില്ല. ഐഹിക ജീവിതം എന്ന് പറയുന്നത് അത് വഞ്ചനയുടെ
വഞ്ചനയുടെ വിഭവങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. ഭർത്താവിന് വേണ്ടി വർഷങ്ങളോളം ഹിദ്മത്ത് ചെയ്ത, ഭാര്യയ്ക്ക് വേണ്ടി ഒരുപാട് വർഷം ഹിദ്മത്ത് ചെയ്ത, മക്കളെ നോക്കാനും വളർത്താനും വേണ്ടി ഒരുപാട് വർഷങ്ങൾ ചെലവഴിച്ച ഒരു മനുഷ്യന്റെ അന്ത്യം ചിലപ്പോ വഞ്ചനയിൽ അധിഷ്ഠിതമായിരിക്കും ഉണ്ടാകുക. നല്ല വീടുകൾ കെട്ടിപ്പൊടുക്കിയിട്ടുണ്ടാവും, നല്ല വാടികൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ടാവും, എല്ലാ സൗകര്യങ്ങളും മക്കൾക്കും ഭാര്യക്കും ഭർത്താവിനും വേണ്ടി നൽകിയിട്ടുണ്ടാവും. അവസാനം വഞ്ചനയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് കാണാനുള്ളതെങ്കിൽ അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അത് വഞ്ചനയുടെ വിഭവങ്ങളല്ലാതെ മറ്റൊന്നില്ല. അൽഹാഖുമുത് തകാസുർ, പെരുമ കാണിക്കൽ നിങ്ങൾ അശ്രദ്ധമാക്കിയിരിക്കുന്നു, അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഒരു കല്യാണമൊക്കെ വീട്ടിൽ വന്നാൽ ഒരു വർഷം മുമ്പ് നമുക്ക് ആലോചനയാണ് മകളെപ്പറ്റി, എങ്ങനെയൊക്കെയാണ് ഇത് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് പരിപാടി വെക്കേണ്ടത്. പരമാവധി ഡിന്നർ സംവിധാനമാണ് കൊടുക്കുന്നത്. ഒരാളെ വിളിച്ചാൽ ആ വിളിച്ചു കൊണ്ടുവന്ന ഹാളിലേക്ക് ഒന്ന് കൈകൊടുത്ത് സ്വീകരിക്കാൻ പോലും നമുക്ക് സമയമില്ല. വേണമെങ്കിൽ അയാൾ വന്ന് വിളമ്പി തിന്നിട്ട് പോയിക്കോട്ടെ എന്നാ ഇന്നത്തെ സംസ്കാരമുള്ളത്. ആ സംസ്കാരം തന്നെയാണ് മുസ്ലിങ്ങളായി നമ്മൾ പേറിക്കൊണ്ടിരിക്കുന്നത്. വലീമക്ക് ക്ഷണിച്ച ഒരു അതിഥിയെ മാന്യമായി സൽക്കരിക്കുന്നതിന് പോലും നമ്മൾ അശുദ്ധമായിരിക്കുന്നു. എന്ത്? നമ്മുടെ പൊങ്ങച്ചം, നമ്മുടെ പെരുപ്പം കാണിക്കല്, മറ്റുള്ളവർക്ക് മുന്നിൽ വമ്പം കാണിക്കൽ, വമ്പത്തരം കാണിക്കൽ. അതേ ദുനിയാവ് നിങ്ങൾ അശ്രദ്ധമാക്കിയിരിക്കുന്നു. ഖബറിടം സന്ദർശിക്കുന്നവർ മാത്രമാണ് ഈ പെരുമ്പച്ചും ആരോഗ്യം ഉണ്ടല്ലോ അതൊക്കെ ക്ഷയിച്ചിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ആരും തിരിഞ്ഞു നോക്കാൻ അവസ്ഥയിൽ ഖബറിടം സന്ദർശിക്കുന്നത് വരെ മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കല്ലാ സൗഫ തഅലമൂൻ, അല്ല, അത് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും, നിങ്ങൾ അത് അറിയുക തന്നെ ചെയ്യും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, അല്ല, അത് അറിയുക തന്നെ ചെയ്യും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിശ്ചയം നിങ്ങളുടെ ദൃഢമായ കണ്ണുകൊണ്ട് അത് അറിയുമായിരുന്നെങ്കിൽ ലതറവുന്നൽ ജഹീം, നിങ്ങൾ ജ്വലിക്കുന്ന നരകത്തെ കാണുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, ദൃഢമായും കണ്ണാൽ തന്നെ അത് കാണും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, എന്നിട്ട് നമുക്ക് ചെയ്തത് അനുഗ്രഹങ്ങളുണ്ടല്ലോ, ഓരോ അനുഗ്രഹങ്ങളും. ഇവിടെ ഇരിക്കാൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, ഇവിടെ നിൽക്കുന്നത് അല്ലാഹുവിന്റെ കാരുണ്യത്തിലാണ്, ഇവിടെ നമ്മൾ ശ്വസിക്കുന്നത് അല്ലാഹുവിന്റെ കാരുണ്യത്തിലാണ്. ഓരോ അല്ലാഹു ചെയ്ത് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു നമ്മളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നഷ്ടപ്പെടുന്ന സമയങ്ങളും ദിവസങ്ങളും നമുക്ക് ഏറ്റവും വലിയ പ്രാമുഖ്യം കൊടുക്കേണ്ട സെക്കൻഡുകളും നിമിഷങ്ങളാണ്. അത് അശ്രദ്ധമായി മൊബൈൽ ഫോണിനും മറ്റു ഭൗതിക പൊങ്ങച്ചങ്ങൾക്കും അടിമപ്പെട്ട് നമ്മൾ കഴിഞ്ഞു പോയാൽ അതേ സുനിശ്ചിതമായ ഒരു സമയം, അത് ചിലപ്പോൾ നാളെ രാവിലെ ആകാം, മറ്റന്നാളെ ആവാം, അടുത്ത വർഷമാകാം. ഈ അടുത്ത വർഷം ഈ സമയത്ത് ഈ കലണ്ടർ നോക്കിയിരിക്കാൻ, ഇന്ന സമയം നോക്കാൻ നമ്മൾ ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ. അതുകൊണ്ട് തന്നെ സെക്കൻഡുകളെയും മിനിറ്റുകളെയും ഏറ്റവും നല്ല ഗൗരവത്തിലെടുക്കുക. ജീവിതത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന സംഗതികൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവേ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവിതമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, ഇസ്ലാമിക വൃത്തത്തിൽ നിന്നും മറ്റും വ്യതിചലിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കാം. അല്ലാഹുവേ, നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കളോടൊപ്പം നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും നീ ഇസ്തിഖാമത്തും ഇഖ്ലാസും പ്രദാനം ചെയ്യണമേ. മരിച്ചുപോയ മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.